മന്മഥശതകോടിസുന്ദരകളേപരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം. രാമായണം ജീവാമൃതം കർക്കടകം 29. രാമായണത്തെ എങ്ങനെ സമീപിക്കണം എന്നാവട്ടെ ഇന്നത്തെ ചിന്താവിഷയം. നിൻ തിരുവടിയുടെ തത്വമിതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിൻ തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കേണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളണം. അവ്യക്തമതിസൂക്ഷ്മമായോരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ദൃഗ്രൂപമേകമന്യത് സകലം ദൃശ്യം ജഡം. ദുർഗ്രാഹ്യമതാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം മങ്ങിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. സൈദ്ധാന്തിക രാഷ്ട്രീയത്തിൻ്റെയും പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെയും നിഷ്പക്ഷമായ സമന്വയം പ്രജകളുടെ അനുഭവത്തിൽ സാക്ഷാത്കരിക്കുക എന്നതായിരുന്നു വേദവേദാംഗ സാരജ്ഞനെന്നും ധനുർവേദ വിശാരദനെന്നും സർവശാസ്ത്രാർത്ഥ തത്വജ്ഞനെന്നും രാമനെ വാൽമീകി വിശേഷിപ്പിച്ചത്. ഈ കാവ്യലക്ഷ്യം വിവരിച്ചതുകൊണ്ടാണ്. 50 വരികൾ കൊണ്ടാണ് മാനവധർമാനുഷ്ഠാനത്തിൽ രാമൻ്റെ അനനുരഞ്ജകമായ ദൃഢവ്രതം വാൽമീകി വർണ്ണിച്ചിരിക്കുന്നത്. ഇതിഹാസത്തിൽ ഒരിടത്തും രാമൻ തൻ്റെ സ്ഥിര സ്വഭാവത്തിൽ നിന്നും വ്യതിചലിക്കുന്നില്ലെന്ന് സൂക്ഷ്മാവലോകനത്തിൽ നിന്നും വ്യക്തമാകും. രാമൻ ചിലപ്പോൾ സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും സ്വാർത്ഥതാപ്രേരിതനായി വ്യതിചലിക്കുന്നുണ്ടെന്ന വിമർശകമതം അവരുടെ സത്യാസത്യ വിവേകത്തിൻ്റെയും ധർമാധർമ്മ വിവേചനത്തിൻ്റെയും മൗഢ്യം മാത്രമാണ് ഉദാഹരിക്കുന്നത്. വിമർശകരുടെയും ഭാരത വിജ്ഞാന ചിന്തകരുടെയും അഭിപ്രായം സ്വീകരിച്ചാൽ വാൽമീകിയുടെ രാമസ്വഭാവ വർണ്ണന അസത്യവും വൃഥാ ജൽപ്പനവുമാണെന്ന് വരും. വാൽമീകി രാമസ്വഭാവത്തിന് സൃഷ്ടിച്ചു വെച്ച ഗണിതശാസ്ത്രപരമായ ജ്യാമിതീയ രൂപം തെറ്റിപ്പോയെന്ന് പഠിക്കുന്നതിനേക്കാൾ സാധുവാണ് വിമർശകന്മാരുടെയും ചിന്തകന്മാരുടെയും രാമസ്വഭാവ പഠനം തെറ്റിപ്പോയി എന്ന് വിചാരിക്കുന്നത്. ഇതിഹാസത്തിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങളും അനുഭവങ്ങളും വായനക്കാരൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കാനുള്ളവയല്ല. കഥാപാത്രങ്ങളെയും വായനക്കാരൻ്റെ തോന്നലുകളെ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കാൻ പാടില്ല. വർണ്ണിച്ചിരിക്കുന്ന സംഭവങ്ങൾക്കും ജീവിത അനുഭവങ്ങൾക്കും പിന്നിൽ ഒരു മാനവ ദർശനത്തിൻ്റെ തത്വശാസ്ത്രം വാൽമീകി കാവ്യാത്മകമായി നിക്ഷേപിച്ചിട്ടുണ്ട്. കഥയിലെ സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും വർണ്ണനയിലൂടെ ഈ ദർശനം പ്രതിഫലിപ്പിക്കാനാണ് മഹർഷി യത്നിക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിലും പെരുമാറ്റത്തിലും കർമ്മത്തിലും ഈ ദർശനത്തിൻ്റെ പ്രതിഫലനം കാണാം. രചനാലക്ഷ്യം വിഗണിച്ചുകൊണ്ട് വിമർശകരും ചിന്തകരും നടത്തിയിട്ടുള്ള രാമപ്രതികൂല വിമർശനങ്ങൾ അവരുടെ ദാർശനിക അവബോധത്തിൻ്റെ വികലതയാണ് വെളിപ്പെടുത്തുന്നത്. അവതാരപുരുഷനെന്ന ധർമ്മശാസ്ത്ര സങ്കല്പത്തിൽ ഒരു ആശയ സംഹിത തർക്കശാസ്ത്രപരമായ പരസ്പര ബന്ധത്തോടെ കഥയും കഥാപാത്രങ്ങളുമായി പുനഃസൃഷ്ടിക്കത്തക്ക വിധത്തിൽ സംക്ഷേപിച്ച് ഏകീഭവിപ്പിച്ചിട്ടുണ്ട്. പുരാണരചനയുടെ കാലത്ത്
ദശാവതാരങ്ങളും അവ സംബന്ധിച്ച ബൃഹത് കഥകളും നിർമ്മിക്കാനുള്ള കാരണം ഇതാണ്. 4 കൈകളിൽ ചിഹ്നങ്ങളുമായി ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി വിഷ്ണു അവതരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ദൈക്ഷണികന്മാരെന്ന് ഭാവിക്കുന്നവരുടെ മസ്തിഷ്കത്തിൽ രക്താതിസാരം ഉണ്ടാകുന്നത് ധർമ്മശാസ്ത്രത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആശയസമ്പന്നമായ പ്രതീക ഘടന എന്തെന്ന് ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. രാമായണം പഠിക്കുന്നവരുടെ എല്ലാം ദാർശനികമായ മാർഗഭ്രംശനത്തിന് കാരണം ശാസ്ത്രാവബോധത്തിൻ്റെ അഭാവവും ഭാവന ശൂന്യതയുമാണ്. ഇതിഹാസത്തിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങളും അനുഭവങ്ങളും വായനക്കാരൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് മനസ്സിലാക്കാൻ ഉള്ളതല്ല എന്ന് മുമ്പേ തന്നെ സൂചിപ്പിച്ചുവല്ലോ. രാമായണ വിമർശകരിൽ പലരും അവർക്ക് ഓർമ്മ വെച്ച കാലം മുതൽ തൽക്കാലത്തെ പ്രായം വരെയുള്ള സ്വന്തം ജീവിത സംഭവങ്ങൾ പോലും ഓർക്കുന്നില്ല. അതുപോലും ഓർത്തുവയ്ക്കാൻ കഴിയാത്തവരാണ്. അവരുടെ ഓർമ്മ ഓരോ നിമിഷത്തിലും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃതസ്മൃതികളായ നിരൂപകന്മാരാണ്. കാലത്തിൻ്റെ ജനനവും മരണവും ഇടയ്ക്കിടെ സുദീർഘമായ പ്രപഞ്ച പരിണാമചരിത്രവും തൻ്റെ സർവാഹമായ ഭാവനയിൽ വരച്ചടയാളപ്പെടുത്തി വച്ചിരിക്കുന്ന വാൽമീകിയുടെ ഇതിഹാസം ഒരു കലാദർശനപരമായ ലജ്ജയും കൂടാതെ വിമർശിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അത്തരക്കാരുടെ പിന്നാലെ പോകാതെ രാമായണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, വാൽമീകിയുടെ ദർശനം മനസ്സിലാക്കാൻ വാൽമീകിയുടെ രാമായണത്തിലൂടെ തന്നെ പരിശ്രമിക്കണം. അതിന് ഈ രാമായണ മാസക്കാലം ഒരു നിമിത്തമാകട്ടെ.